കേരളത്തിലെ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നത് സംബന്ധിച്ചുള്ള തർക്കങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ രണ്ട് സർവകലാശാലകളിൽ, കേരളത്തിലെ സാങ്കേതിക സർവകലാശാലയിലും ഡിജിറ്റൽ സർവകലാശാലയിലും വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ടാക്കിയിരിക്കുന്ന സുപ്രീം കോടതി നിശ്ചയിച്ച സെർച്ച് കമ്മിറ്റി, ആ സെർച്ച് കമ്മിറ്റിയിൽ UGC പ്രതിനിധി ഇല്ല എന്നുള്ളതാണ് ഒരു ന്യൂനതയായി കാണുന്നത്. ഇത് പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ നിരവധി അക്കാദമിക് വിദഗ്ധർ സുപ്രീം കോടതിക്ക് കത്തയച്ചിരിക്കുകയാണ്. അവർ പറയുന്നത് 2019 2022 സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് ഇക്കാര്യത്തിനകത്ത് നേരത്തെ വിധി പ്രഖ്യാപിച്ചതാണ്. UGC റെഗുലേഷനിലും പറയുന്നുണ്ട് UGC പ്രതിനിധി വേണം ഈ സെർച്ച് കമ്മിറ്റിയിൽ നിന്ന്. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ നിയമിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിയോഗിച്ചിരിക്കുന്ന സെർച്ച് കമ്മിറ്റിയിൽ UGC പ്രതിനിധി ഇല്ല. സംസ്ഥാന സർക്കാരിന് നേരിട്ട് തങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെ പ്രഖ്യാപിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സംവിധാനമാണ് ഇപ്പോൾ സുപ്രീം കോടതി നിയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അക്കാദമിക് പണ്ഡിതർ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് സെർച്ച് കമ്മിറ്റിയിൽ UGCയുടെ പ്രതിനിധിയെ കൂടി ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുള്ളത് കത്തവർ അയച്ചിരിക്കുകയാണ്.